Hey, good morning. ഇന്നെല്ലാവർക്കും ഓക്കെ എനിക്കറിയാം നിങ്ങൾക്ക് ഒട്ടും മടിയില്ല പേര് അതുകൊണ്ട് തന്നെ നല്ല ആദ്യം കിട്ടിയ കണ്ട കടയുണ്ട അതേപോലെ കേട്ടില്ല നല്ല ഫോട്ടോയിട്ടാണ് കേട്ടില്ല ഓക്കെ കേട്ടിട്ടാ അങ്ങോട്ട് ഞാൻ ചെരുപ്പിട്ടിട്ടാ സ്റ്റാഫിൻ്റെ അടുത്ത് ചെരുപ്പ് ഞാൻ ഒളിപ്പിച്ചിട്ട് കിട്ടും ഇത് കേൾക്കട്ടെ ഞാൻ ഇപ്പോൾ എല്ലാ കൊട്ടക്കും ഇരുത്താം എന്താ പറയുക കേട്ടല്ലോ എല്ലാ ആർക്കും പടീനെ എന്നൊന്നും പേടില്ലാതെ അറിയാൻ അതുകൊണ്ട് തന്നെ ഞാൻ ചൂരണം കൊണ്ടുവരണം ആരെങ്കിലും പാട്ടിരുത്തില്ല പിങ്കി വന്ന് പേരെഴുതിക്കോട്ടെ അവർക്കൊക്കെ നല്ല ഉപയോഗിച്ച് കൊടുത്തോളാം ഓക്കെ പക്ഷേ പിങ്കി മാത്രം മതി എല്ലാവരും വായിക്കൊന്നും തന്നെ എൻ്റെ സ്വഭാവം അറിയാനൊക്കെ പിങ്കി അത് എല്ലാവരും പേര് ഇവിടെ തീരെ ഇവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഒട്ടും പേടില്ല പഠിച്ചെടുത്തിട്ട് ഫസ്റ്റ് നീത് മോൾ അവിടെ വന്നടിക്കും കേട്ടോ ഇവിടെ വന്നടിക്കുന്നു പറഞ്ഞാൽ അവിടെ വന്നു കേട്ടോ ഇതായിരിക്കും പഴം കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വെക്കുന്നുണ്ട് അത് പഴിച്ച് ചോദിച്ച് തോന്നി പോയിട്ട് ചോറ് അടുത്തത് അമൃത അമൃത ഒരാടി അടിക്കുള്ള ഇത് വിളിച്ചിട്ട് വരാത്തതുകൊണ്ട് കുറേ പ്രാവശ്യം അടിച്ചത് അമൃത വേറെ അടി കുറേ പ്രാവശ്യം ഞാൻ അത് വായിച്ചു
ബുക്ക് അവിടെ കേട്ടാ കേഹിൻ്റെ അടുത്തതാക്കാം എന്തോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ കണ്ണാപ്പി കണ്ണാപ്പി താ മൂന്ന് പിടിക്കാനില്ല പൊടിയോണ്ടോന്നല്ലേ ചുറ്റെല്ലാം ഇടത്തും പോയത് കണ്ണാപ്പി എന്തോ അച്ചിച്ചാൻ്റെ ഉണ്ടാവൂല അച്ചിച്ച കൊണ്ടുവരും ഓക്കെ ഗ്രീനടുക്ക് നവിലൊടിക്ക് അരിനടുക്ക് സൈനൊടിക്ക് രസനൊടിക്ക് അതിനടുക്ക് ശനൊടിക്ക് ഏമാറുണ്ടോ ഇതുണ്ടോ അതുണ്ടോ അതിനോ Addition. കൂടെ കളയല്ലേ ഒരു കേട്ടാലും മറ്റു കൊടുക്കാതെ ഈ ചെറിയ അപ്പൊ എല്ലാത്തിനും ഒന്നും തരാനായിരിക്കും പിങ്കിൻ്റെ പിന്നെ എനിക്ക് തയ്ക്കാം
ഇവിടം വരെ വെച്ച് ടീച്ചറെ മറ്റേ ഇവിടം വരെ എവിടെ വരെ ടീച്ചർ പേര് മറന്നു. ഓക്കെ ഇറ്റ്സ് ഓക്കെ. ക്യാമറ പറയൂ എവിടെ വരെ പഠിപ്പിച്ച് മറ്റേ ഇവിടെ വന്നതാണ് ആഡോസ് അല്ലേ അതിൽ മറ്റേത് Okay. Okay. More. Amrita and okay. Yesterday, ആരും ഇതുകൊണ്ട് കോപ്പറേറ്റ് അവർക്ക് മാത്രം ഇങ്ങനെ വർക്ക് ഓക്കെ. വാട്ട് എൻ്റെ ഒപ്പം തന്നെ പറ ഡ്രൈഡ്. ഫസ്റ്റ് ഡ്രൈഡ് ഓക്കെ. ഡ്രൈഡ് ഡ്രൈഡ് ഈസ് എ ക്ലീനിങ് ഡ്രൈഡ് ഈസ് എ
ഡ്രൈ ഡേ എല്ലാവരും ക്ലീനിങ് പ്രോഗ്രാമിലായിരിക്കും. അങ്ങനെയൊക്കെയാണ് അർത്ഥം. ഞാൻ അധികം പഠിക്കാറില്ല, അങ്ങനെയൊക്കെ അധികം പഠിച്ച ശീലമില്ല. പരീക്ഷയിലൊക്കെ അതൊക്കെ നമുക്ക് വിഷയത്തിൽ കാണാം. ഡ്രൈ ഡേ ഈസ് എ ക്ലീനിങ് പ്രോഗ്രാം. ഡ്രൈ ഡേ it is done once in a week. ഒരു ദിവസമെങ്കിലും ഈ ക്ലീനിങ് പ്രോഗ്രാം നടത്തണമെന്ന് അറിയാം. ഞാൻ പറയുന്നത് there will be stagnant water. എന്താണ് stagnant water? സ്റ്റാഗ്നന്റ് വാട്ടർ എന്തായാലും ടീച്ചറെ സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് വെച്ചാൽ ഇതില് ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ മോൾ. ഇതൊക്കെ മോൾ പഠിച്ചിട്ടുണ്ട്. There will be stagnant water. എന്താണ് stagnant water എന്ന് വെച്ചാൽ? Stagnant water എന്ന് വെച്ചാൽ yes. Okay, there will be stagnant water in coconut shells. എന്താണ് സ്റ്റാഗ്നന്റ് വാട്ടർ? കെട്ടിക്കിടക്കുന്നുണ്ടാവും ഷെൽസ്. കോക്കനട്ട് ഷെല്ലില്ലേ, ചിരട്ടയിൽ കെട്ടിക്കിടക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ മറ്റേ ഫ്രിഡ്ജിൻ്റെ ബാക്കിലൊരു പാത്രം നിന്നിട്ട് അതിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് നമ്മുടെ മുട്ടയിലും അങ്ങനെ ഡെങ്കിപ്പനി, ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുരിക അതൊക്കെ വരും. പിന്നെ പൈപ്പിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ വെള്ളം ചിരട്ടയിൽ കിട്ടണം. അതൊക്കെ എപ്പോഴും വരുമ്പോൾ കളയണം. ബ്രോക്കൺ വെസൽസ് എന്ന് വെച്ചാൽ എന്താ? ബ്രോക്കൺ വെസൽസ് എന്ന് വെച്ചാൽ എന്താ? പാത്രങ്ങളിൽ കെട്ടിക്കിടക്കും. എന്താ പറയുന്നത്? ഇതിൻ്റെ ഡ്രൈഡേ മാത്രം അടുത്ത what precautions can we take to prevent these diseases? Use boiled and cooled water for drinking. എന്താണ് ബോയിൽഡ് വാട്ടർ മാത്രം കുടിക്കാൻ പാടില്ല. Okay. Cooled water. അത് കൂൾഡ് വാട്ടർ. പിന്നെന്താവാ ബോയിൽഡ് വാട്ടർ എന്ന് വെച്ചാൽ ചൂടുവെള്ളം. അത് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. തണുത്തവെള്ളം തൊണ്ടയ്ക്ക് കുഴപ്പമില്ലാത്തവർക്ക് കുടിക്കാം. പക്ഷേ പിള്ളേരൊക്കെ
ചൂടുകൾ മാത്രം കുടിക്കണം, അല്ലെങ്കിൽ അസുഖങ്ങൾ. അടുത്തത് ഡോണ്ട് അലൗ dirty water to stagnate. അതൊന്നോ ഇത് മാത്രം പഠിക്കാൻ പിന്നെ ഫുട്ബോൾ പഠിക്കാനോ? എന്നാ പിന്നെ എല്ലാവരും പിന്നെ എനിക്ക് മാത്രം ഇത്ര വന്നില്ലേ? നല്ലോണം പഠിക്കുന്നു. Okay. എല്ലാവരും വയ്ക്കാം കേട്ടോ, സ്കൂളിൽ കിട്ടും, എല്ലാവരും വയ്ക്കാം. അടിക്കാൻ പറ്റും, അടിക്കണം പിള്ളേർ. എന്തൊരു കഷ്ടമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച ചൂടിൻ്റെ നല്ല അടി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വിറ്റടാക്കണം ഈ സ്കൂളിൽ. ബാക്കിയെല്ലാം പോയി, അതൊക്കെ വിൽക്കണം. ഞാൻ ഇവിടെ നിർത്തി കേട്ടോ മിസ്. ഞാൻ പോട്ടെ, ചിക്കനെ എന്നാ പിടിക്കാം. തെറ്റാ.